നട്ടലുള്ളവരെയും ക്യാരക്ടറുള്ളവരെയും ഒരു വിഭാഗം എപ്പോഴും ബഹുമാനിച്ചിരിക്കും. അവർ വിശ്വാസിയോ അവിശ്വാസിയോ ആയിക്കൊള്ളട്ടെ. അത്തരം അഭിപ്രായമുള്ളവരിൽ ഒരാളാണ് നടനായ കമലഹാസൻ, രാഷ്ട്രീയ നേതാവായ കമലഹാസൻ. അപ്പോൾ രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും കമലഹാസന് നിലപാടുകളുണ്ട്. ആ നിലപാടുകൾക്ക് കിട്ടിയ അംഗീകാരമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം ഫ്ലക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലഹാസൻ്റെ സിനിമകൾ കണ്ടവർ ആദ്യം വിചാരിച്ചത് കേരളത്തിലെ ഏതോ ജില്ലയിൽ പിറന്ന ഒരു കുട്ടിയാണെന്ന്. തമിഴ്നാട്ടുകാരനാണ് കമലഹാസൻ എന്ന് ആരും വിചാരിച്ചില്ല. ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന കുട്ടിയാണെന്ന് ആരും വിചാരിച്ചില്ല. ഇതൊന്നും കമലഹാസനെ ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കമലഹാസൻ മലയാളത്തിൻ്റെ പുത്രനായി തന്നെയാണ് വളർന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ കൂടുതൽ സമയവും കൂടുതൽ സിനിമകളും അഭിനയിച്ചു. സിനിമയിൽ വെറൈറ്റികളുണ്ടാക്കി, പുതിയ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെയുള്ള കമലഹാസൻ ഇപ്പോൾ ഡൽഹിയിൽ രാജ്യസഭയിലേക്ക് പോകുന്നു. നിലപാടുകൾ അവിടെയും വ്യത്യസ്തമാകാനിടയില്ല. തൻ്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവും സിനിമാ നടനും നിർമ്മാതാവും സംവിധാനവും ഒക്കെയാണ് കമലഹാസൻ എന്നാണ്. എന്നാൽ നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നിലപാടുകൾ മാറ്റുന്നവരുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ പോകുമ്പോൾ ഉറച്ച നിലപാടുകൾ എടുക്കുമ്പോൾ എല്ലാവരുടെയും വോട്ട് കിട്ടണമെന്നില്ല എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉറച്ച നിലപാടുള്ള രാഷ്ട്രീയ നേതാവാണ്, എഴുത്തുകാരനാണ്. കുറേ വർഷം ഇന്ത്യ ഭരിച്ച് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആയിരുന്നിട്ട് പോലും ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ചു എന്ന് ആലോചിക്കണം. അദ്ദേഹം ഉറച്ച നിരീശ്വരവാദിയായിരുന്നിട്ട് പോലും ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചു. അപ്പോൾ വിശ്വാസവും അവിശ്വാസവും വ്യക്തിനിഷ്ഠമാണ്. തൻ്റെ വിശ്വാസം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇതൊന്നൊരു സ്വതന്ത്ര രാഷ്ട്രമാണ്. അവിടെ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷേ ജനങ്ങളെ സ്നേഹിക്കണം. രാജ്യദ്രോഹപരമായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും എല്ലാവരുടെയും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ എത്രയോ പേര് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചവരുണ്ട്. ഇവിടെ സി കേശവൻ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ കേരളത്തിൽ? അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നില്ലേ? അച്യുത മേനോൻ നിരീശ്വരവാദിയായിരുന്നില്ലേ? എന്തിന് AK ആന്റണി യുക്തി ആയിരുന്നില്ലേ? ഇങ്ങനെ കുറേ പേരുണ്ട്. അവരൊക്കെ അതായതിൻ്റെ പേരിൽ പേര് ദോഷം ഉണ്ടാക്കിയിട്ടില്ല. പറഞ്ഞു വരുന്നത് കമലഹാസനെ കുറിച്ച് തന്നെയാണ്. കമലഹാസന് തമിഴ്നാട് സർക്കാർ, പ്രത്യേകിച്ച് DMK-യുടെ എല്ലാമായ സ്റ്റാലിൻ രാജ്യസഭാ സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ കുറേയേറെ അഭിപ്രായങ്ങൾ നമ്മൾ വായിക്കുകയുണ്ടായി. DMK എന്ന് പറഞ്ഞാൽ ദ്രാവിഡ മുന്നേറ്റ കഴകമാണ്. ബ്രാഹ്മണമായിട്ട് ബന്ധമുള്ള ഒരു പാർട്ടിയല്ല ഇത്. അങ്ങനെ ബ്രാഹ്മണനായ കമലഹാസനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റിൽ നിയമിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിരിക്കാതെ വയ്യ. ജീവിതത്തിൽ ഇന്നേ വരെ ജാതിയിലോ മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കാത്ത ഒരു നടനാണ്, രാഷ്ട്രീയ നേതാവാണ് കമലഹാസൻ. തൻ്റെ വിവാഹം പോലും നിയമപ്രകാരം നടത്തിയിട്ടില്ല. 2 മക്കൾ ജനിച്ചതിന് ശേഷമാണ് വിവാഹം നടന്നതെന്ന് ആലോചിക്കണം. മക്കളെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ നോ കാസ്റ്റ് നോ റിലീജിയൻ എന്നാണ് എഴുതിയത്. അത് എഴുതാൻ വിസമ്മതിച്ചവർക്ക് നേരെ ഞാൻ എൻ്റെ മക്കൾ ഇന്നതാണെന്ന് എഴുതുള്ളൂ എന്ന് പറഞ്ഞ് അവകാശങ്ങൾ, ഒരു ജനതയുടെ അവകാശങ്ങൾ, ഒരു പൗരൻ്റെ അവകാശങ്ങൾ സാധിച്ചു കൊടുത്ത കമലഹാസനാണ്. എപ്പോഴും പറയും ദൈവമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും. എന്നിട്ട് കമലഹാസൻ്റെ സിനിമകൾ കാണുന്നില്ലേ? കമലഹാസൻ്റെ സിനിമകൾ ഹിറ്റാകുന്നില്ലേ? കമലഹാസനെ സ്നേഹിക്കുന്നവരില്ലേ? നിങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കുമ്പോൾ ആ പറയുന്നതിൽ സത്യമുണ്ടോ നീതിയുണ്ടോ എന്ന് മാത്രം നോക്കുക. അല്ലാതെ കള്ളത്തരങ്ങൾ കാണിക്കുക, കള്ളത്തരങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് കമലഹാസന് ഇതാ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ട സമയമായി എന്ന് തോന്നിയത്. തനിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്. അധികാരമുണ്ടായാലേ എന്തെങ്കിലും ചെയ്യാനും കഴിയുള്ളൂ. അധികാരമില്ലാതെ നമ്മൾ പുറത്ത് എന്തു പറയാൻ കഴിയും?
കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ചാൽ ആ വെള്ളം കുടത്തിൽ വീടില്ല. അതേ സ്ഥാനത്ത് കുടം ചെരുക്കി വെച്ച് വെള്ളമൊഴിച്ചാൽ എന്ന പോലെ തന്നെയാണ് ഏതു കാര്യത്തിനും അധികാരം വേണം, മാറ്റമുണ്ടാക്കാൻ. അങ്ങനെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അത്യാവശ്യമാണ് എന്ന് തോന്നിയത്. മക്കൾ നീതി വയ്യം എന്നൊരു പേരിലൊരു പാർട്ടി ഉണ്ടാക്കിയത്. ആ പാർട്ടിക്ക് അന്ന് വേണമെന്നായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോട് ചേർന്ന്, ഏതെങ്കിലും ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ സമാന ചിന്താഗതിക്കാരായ ഭരിക്കുന്ന പാർട്ടിയുമായി ചേർന്നുകൊണ്ട് ഒരു അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ വേണമെങ്കിൽ. പക്ഷേ അവിടെ കമൽഹാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു സീറ്റിലും ഞങ്ങൾ ജയിക്കില്ല, ഞങ്ങളുടെ പാർട്ടി ജയിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ കമൽഹാസൻ്റെ പാർട്ടി, കമൽഹാസൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ തനിച്ചു നിന്നുകൊണ്ട് എത്ര പേര് വോട്ട് ചെയ്യുന്നറിയണം. ഒരു 100 പേര് വോട്ട് ചെയ്താൽ ഈ 100 പേര് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നു, ഞങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നു എന്നാണ് എന്ത്. അങ്ങനെയുള്ള ഒരു അറിയാൻ വേണ്ടത്. പറഞ്ഞ പോലെ തന്നെ മത്സരിച്ചപ്പോൾ തോറ്റു, സീറ്റ് കിട്ടിയിട്ടില്ല. പിന്നീടാണ് ബോധ്യമായത് അത് പോരാ, അധികാരം വേണമെന്നുള്ളത്. ഇപ്പോൾ DMK-യുമായി ചേർന്നുകൊണ്ട് അലയൻസിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്താ കാണുന്നത്, ഭാവിയിൽ BJP ഒക്കെ അവിടെ പിടിച്ചടക്കാൻ പലരും നോക്കി, ഒന്നും നടന്നിട്ടില്ല, നടക്കില്ല എന്നും ബോധ്യമായിട്ടുണ്ട്. കോൺഗ്രസ് അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കിപ്പോൾ ഒരു DMK മാത്രമല്ലോ. മുമ്പ് ശ്രമിച്ച് തഴച്ച് വളരാൻ നിന്നൊരു വിജയകാന്താണ്. വിജയകാന്ത് കുറേ സീറ്റ് പിടിച്ചെങ്കിലും വിജയകാന്തിന് പിന്നെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. പിന്നെ വന്നതും തപ്പി അടുത്ത ഏറ്റവും വിജയാണ് വന്നിരിക്കുന്നത്. വിജയ് പ്രതീക്ഷയുണ്ട്, ശരിയാണ്. പക്ഷേ വിജയ് അവിടെ വിജയിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ പുതിയ കൂടിച്ചേരൽ. എന്തുകൊണ്ടും തമിഴ്നാടിനെ സംബന്ധിച്ച് ശക്തരായ 2 പേരാണ് ചേർന്നിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും കമലഹാസന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞത് ഒരു നല്ല കാര്യമായി, നല്ല വാർത്തയായിട്ട് നമ്മൾ കാണുന്നു. കാരണം കമലഹാസൻ ഇവിടെ പറയുന്നതിനാൽ കൂടുതൽ ഉച്ചത്തിൽ രാജ്യസഭയിൽ പറയും. രാജ്യസഭയിൽ തൻ്റെ ശബ്ദം ഉരുക്കുകോട്ടയിൽ നിന്ന് പോലെ മാറ്റലി കൊള്ളുമ്പോൾ അവിടെ വിറയ്ക്കാത്തവർ കുറവായിരിക്കും. അതായത് മോദിയെ ആഞ്ഞടിക്കാൻ ഒരു ശക്തൻ കൂടി രാജ്യസഭയിൽ ചെല്ലുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അത് ഇന്ത്യ മുന്നണിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നുള്ളതാണ്. അതിപ്പോഴും പലരും കാണുന്നുണ്ട്. ഇന്ത്യ മുന്നണി സ്ട്രോങ് ഒന്നല്ല. ഇന്ത്യ മുന്നണി സ്ട്രോങ് ആവണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമായിരുന്നു. പക്ഷെ നമ്മൾ എന്താ കാണുന്നത്, ആരും ഒരുമിച്ച് നിൽക്കില്ല. ഓരോരുത്തർക്കും അവരവരുടെ സീറ്റ് പിടിക്കണം, അവർക്ക് നേതാവാവണം. അങ്ങനെ പോയ സീറ്റുകൾ കൊണ്ടാണ് മോദിജി വീണ്ടും വന്നത്. അത് ഒഴിവാക്കാൻ ഒരു മീഡിയേറ്ററായി കൂടി കമലഹാസൻ ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല കേരളത്തിൻ്റെ പൂർണ്ണ പിന്തുണ കമലഹാസനുണ്ട്. കമലഹാസൻ തമിഴ്നാടിനെ പ്രതിനിധീകരിച്ചാണ് പോകുന്നതെങ്കിലും തമിഴ്നാടിൻ്റെ ശബ്ദം മാത്രമല്ല രാജ്യസഭയിൽ കേൾപ്പിക്കാൻ പോകുന്നത്, ഇന്ത്യയുടെ ശബ്ദം തന്നെയായിരിക്കും. ഈ ഇന്ത്യയുടെ ശബ്ദത്തിൻ്റെ പേരിൽ കമലഹാസൻ ജാതിയില്ല, മതമില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതല്ല പ്രധാന ഘടകം, ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം. ഇവിടെ ജനിച്ചു വീഴുന്നവരെല്ലാം ഇന്ത്യക്കാരാണ്. അവരെ പാഴ്സികളെന്നോ അവരെ മുസ്ലിമെന്നോ വേറെ ജാതിക്കാരെന്നോ പറഞ്ഞ് തരംതിരിക്കാതെ ഇവിടെ ജനിച്ചവരെല്ലാം ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞു മാത്രമല്ല, അവർക്ക് വേണ്ടി നീതിപൂർവ്വം നിൽക്കാൻ തന്നെയാണ് കമലഹാസൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഗതം കമൽജി.